ഹായ് ഫ്രണ്ട്സ്, ആദർശിൻ്റെയും നയനയുടെയും പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്ന നന്ദുവിനെയാണ്. നന്ദു ഇങ്ങനെ വല്ലാത്ത ക്ഷീണത്തിലും വോമിറ്റിങ്ങും ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കനക ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മോളെ, നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും എന്താണെന്നറിയില്ലമ്മേ, വല്ലാത്ത ക്ഷീണം പോലെ. അപ്പോഴേക്കും ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ജോലിയും പാർട്ട് ടൈമും പഠിപ്പും ഒക്കെ ആയിട്ട് നീ ക്ഷീണിച്ച് കാണും. നീ നേരെവണ്ണം ഭക്ഷണവും കഴിച്ചിട്ടുണ്ടാവില്ല, അറിയില്ലേ എനിക്ക് എന്ന് പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അറിയില്ല അച്ഛാ, എന്തു പറ്റിയെന്നറിയില്ല, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദുവും കനകയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ എത്തി നന്ദുവിനെ പരിശോധിച്ച് ഡോക്ടർ പറയുന്നുണ്ട്, കുട്ടി മാരീഡ് ആണോ എന്ന്. അപ്പോഴേക്കും കനക പറയുന്നുണ്ട്, എന്താ ഡോക്ടർ, എന്താ പ്രശ്നം, അവള് മാരീഡ് ഒന്നും അല്ല എന്ന് കനകം പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടിട്ട് ഈ കുട്ടി പ്രഗ്നൻ്റ് ആണല്ലോ. ഇത് കേട്ടതും ആകെ പൊട്ടിക്കരയുകയാണ് കനക. എന്താ ഡോക്ടർ നിങ്ങൾ ഈ പറയുന്നത്? എടി മഹാഭാവി, നീ ഞങ്ങളെ ചതിച്ചോ എന്ന് ചോദിച്ച് കനക നന്ദുവിനെ തല്ലാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് ഡോക്ടർ പറയുന്നുണ്ട്, ഇതൊക്കെ വീട്ടിൽ പോയിട്ട് മതി, നിങ്ങളുടെ മകൾ പ്രഗ്നൻ്റ് ആണ്, അത് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ വെച്ച് വേറെ കൂടുതൽ ഒന്നും കാണിക്കാൻ നിൽക്കണ്ട, ഇതൊരു ഹോസ്പിറ്റലാണെന്ന് പറയുകയാണ് ഡോക്ടർ. അങ്ങനെ കനക ആകെ തകർന്ന മട്ടിലായിരുന്നു കേട്ടോ. നന്ദു ആയിട്ട് രണ്ടുപേരും കൂടി വീട്ടിലെത്തിയപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എന്തു പറഞ്ഞു ഡോക്ടർ? അപ്പോഴേക്കും കനകയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. നന്ദു ആണെങ്കിൽ റൂമിൽ പോയി വാതിലടയ്ക്കുന്നുണ്ട്. ഗോവിന്ദനെ കണ്ടതും കനക പറയുന്നുണ്ട്, നമ്മൾ ചതിക്കപ്പെടുകയായിരുന്നു, നമ്മുടെ രണ്ടു മക്കളും നമ്മളെ ചതിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ കനക പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. എന്താ കനക, എന്താ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നന്ദു പ്രഗ്നൻ്റ് ആണ്. നന്ദു പ്രഗ്നൻ്റ് ആണെന്നോ? അച്ഛൻ നെഞ്ചത്ത് കൈവയ്ക്കുകയാണ് കേട്ടോ. അതേ ഗോവിന്ദേട്ടാ, അവൾ നമ്മളെ ചതിച്ചു, അവളും നവ്യയും നമ്മളെ ഒരേപോലെ ചതിച്ചു. വിവാഹത്തിന് മുമ്പേ ഗർഭിണിയാണെന്ന് വെച്ചാൽ എന്താ ചെയ്യാ, ഇവരൊക്കെ ഇത്രയും മഹാഭാവികളായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. നെഞ്ചുവേദന കൊണ്ട് നെഞ്ചു തടവിക്കൊണ്ട് ഗോവിന്ദൻ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ എന്തു പറ്റിയെന്ന് ചോദിച്ച് അവിടേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ കനക. ഒന്നുമില്ല, ഇങ്ങനെ ഓരോന്ന് വന്ന് അറ്റാക്ക് വന്നങ്ങ് മരിച്ചു പോയാൽ മതിയായിരുന്നു, ഇതൊന്നും കാണാനും കേൾക്കാനുമുള്ള ഒരു വിധി എനിക്ക് ഉണ്ടായല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഗോവിന്ദൻ നെഞ്ച് തന്നെ തടവിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങനെയൊന്നും ആലോചിക്കണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ കനക. അതിനുശേഷം നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കനക പറയുന്നുണ്ട്, എടി ഉരുമ്പെട്ടവളെ, ആരാടി അവൻ, നിന്നെ ഈ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്നാ ചോദിച്ചത്. ഇത് കേട്ട് നന്ദു ഭയത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അമ്മ ഇപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത്, പിന്നെ നിന്നോടല്ലാതെ ഞാൻ ആരോടാടി ചോദിക്കേണ്ടത്? നീയേ ആളെ ഇങ്ങ് കാണിച്ചതാ, ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അമ്മേ പ്ലീസ്, അമ്മ എന്നെ ഒന്ന് വെറുതെ വിടൂ, ഞാനൊന്ന് ഇരുന്നോട്ടെ എന്ന് നന്ദു പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, കനക ഇങ്ങോട്ട് വാ, ഇപ്പം അവളോട് നീ ഒന്നും ചോദിക്കണ്ട. അങ്ങനെ നയനയോടായിട്ട് അവർ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. മോളെ, നീ പെട്ടെന്ന് വീട്ടിലേക്കൊന്ന് വരണം, ഒരത്യാവശ്യം ഉണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ നയന ആദർശിനെ കൂട്ടി അവിടെ വരുന്നുണ്ട് കേട്ടോ. നയനയെ കൊണ്ട് വിട്ടതിന് ശേഷം ആദർശ് മടങ്ങി പോകുന്നുണ്ട്. കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നയനയ്ക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എന്താ അമ്മേ, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. നന്ദുവിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താ നന്ദു ഇത്? നീ എന്തിനാ നമ്മുടെ അച്ഛനെയും നമ്മളെയും ഞങ്ങളെ എല്ലാവരെയും ചതിച്ചത്? നിനക്കിത് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും നന്ദു പറയുന്നുണ്ട്, ചേച്ചി നിങ്ങൾ എന്നോട് പൊറുക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാ, അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്. അപ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട്, ആരാ ഇതിൻ്റെ ഉത്തരവാദി എന്ന് ചോദിക്കുമ്പോഴേക്കും അത് അനിയുമായിട്ടുള്ള ആ ഫാക്ടറിയിലെ രാത്രി അവൾ ഓർക്കുകയാണ് കേട്ടോ. എന്നിട്ട് അനി എന്നെ ആ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരാൻ വന്നത് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? ഞങ്ങൾ രണ്ടുപേരും അവിടെ കഴിഞ്ഞതും അന്ന് രാത്രി ഞങ്ങൾ രണ്ടുപേരും അറിയാതെ തെറ്റുപറ്റിപ്പോയി ചേച്ചി എന്ന് പറഞ്ഞ് നന്ദു ആകെ കരയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് നയന ആകെ ഷോക്കായിരിക്കുകയാണ്. മോളെ, നീ എന്താ ഈ പറയുന്നത്? ഇതിന് എന്ത് വില കൊടുക്കേണ്ടി വരും? നിനക്കറിയോ ഈ സത്യം? എനിക്കറിയോ? ഇല്ല ചേച്ചി, എനിക്കറിയില്ല. എന്തിനാ ഇനി ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും പൊട്ടിക്കരയുകയാണ് കനക.
അനിയുടെ കുഞ്ഞായിരിക്കും നന്ദുവിൻ്റെ വയറ്റിൽ വളരുന്നത്. ഇതറിഞ്ഞതും അനിയോട് പറയാൻ വയ്യല്ലോ, ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കണം. എന്തായാലും എന്തെങ്കിലും പോംവഴി കണ്ടേ മതിയാവും. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അതിന് ഞാനൊരു വഴി കണ്ടെത്തും എന്നും പറഞ്ഞിട്ട് നീ വാ എന്നും പറഞ്ഞിട്ട് നന്ദുവിനെയും കൂട്ടി ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ നയന. അങ്ങനെ നന്ദുവിനെയും നയനയെയും കൂടി പോകുന്നത് കാണുമ്പോൾ അനാമികയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് കേട്ടോ. അനാമികയാണെങ്കിൽ വേണുവിൻ്റെ കൂടെ പുറത്തു പോയതായിരുന്നു. അങ്ങനെ അനാമിക അവരെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. വേണു അപ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് കയറുന്ന കണ്ടിട്ട് അവരും അവരെ പിന്തുടരുന്നുണ്ട്. അച്ഛാ, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ, രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് അറിയണം. ഇനിയിപ്പോൾ കരൾ നൽകിയത് അവളായിരിക്കുമോ? ചെക്കപ്പിന് വല്ലതും പോകുമായിരിക്കും. അങ്ങനെയാണെങ്കിലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അനാമിക. അങ്ങനെയാണെങ്കിലേ മോളെ അവൾ ആദർശിനെ കൂട്ടിയിട്ടല്ലേ ചെക്കപ്പിന് വരേണ്ടത്. ഇതിപ്പോൾ അനിയത്തിയെയും കൂട്ടിയിട്ട് എന്തിനായിരിക്കും ഇവിടേക്ക് വന്നത്? അങ്ങനെ വേണുവും അനാമികയും അവർ കാണാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൈനക്കോളജിസ്റ്റിനെ കാണാനായിട്ട് ആ റൂമിലേക്ക് രണ്ടുപേരും കൂടി കടന്നു പോകുമ്പോൾ അവരുടെ സംശയം ഇരട്ടിക്കുന്നുണ്ട്. പേഷ്യൻറ്റിൻ്റെ പേര് നന്ദു, എന്തിനാണ് ഗൈനക്കോളജിസ്റ്റിനെ കാണാനായിട്ട് അവർ രണ്ടുപേരും പോയത് എന്ന് ആലോചിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് അവിടെയുള്ള ഒരു സിസ്റ്ററുടെ അടുത്ത് ചെന്ന് വേണു കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അങ്ങനെ ആ സിസ്റ്റർ പറയുന്നുണ്ട്, ആ നന്ദു എന്ന പേഷ്യൻ്റ് എൻ്റെ ബന്ധുവാണ്, എന്തിനാണ് അവൾ ഇവിടെ വന്നതെന്നറിയൂ എന്ന് വേണു ചോദിക്കുമ്പോഴത്തേക്കിനും സിസ്റ്റർ പറയുന്നുണ്ട്, ആ കുട്ടി പ്രഗ്നൻ്റ് ആണ്, അത് അബോർഷൻ ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേട്ട വേണുവും അനാമികയും ഓഹോ, അപ്പോൾ അതാണ് അവളുടെ കാര്യം. അവൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ ആ ഗർഭത്തിന് ഉത്തരവാദി വേറെ ആരുമായിരിക്കില്ല, നിന്റെ ഭർത്താവ് അനി തന്നെയായിരിക്കുമെന്ന് വേണു പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട അനാമിക ആകെ കലിപ്പിലാണ്. വെറുതെയല്ല അവൻ എന്നിൽ നിന്ന് അകലം പാലിക്കുന്നത്, ഇവൾ ഒരുത്തി ഉണ്ടല്ലോ. എന്തായാലും അനന്തപുരിക്കാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അവരെ നാണം കെടുത്താൻ ഇതിലും വലിയ കാര്യവും ഒന്നുമില്ല. അങ്ങനെ അനാമിക നേരെ ജാനകിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അമ്മയുടെ മോനെക്കുറിച്ച് നമുക്ക് നല്ല അഭിപ്രായമായിരുന്നല്ലോ, ഇപ്പൊ എന്തായി? നിങ്ങളുടെ മകനെ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ട് അവളുടെ അബോർഷനായിട്ട് ഗൈനക്കോളജിസ്റ്റിനെയൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. നയനയും അവളുടെ കൂടെയുണ്ട്. അങ്ങനെ നയനയും നന്ദുവും പോയെങ്കിലും അവിടെ ഡോക്ടർ പറയുന്നുണ്ട്, ഇവിടെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. അങ്ങനെ അവരെ പറഞ്ഞ് തിരിച്ചയക്കുന്നുണ്ട് കേട്ടോ. ഒടുവിൽ നന്ദു ഗർഭിണിയാണെന്ന വാർത്ത ആനിയുടെയും കാതിലെത്തുന്നുണ്ട്. ആനി അതറിഞ്ഞതും ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയും നടന്ന സംഭവങ്ങളെല്ലാം അനിയുടെയും മനസ്സിലേക്ക് വരുന്നുണ്ട്. എടാ ദുഷ്ട, നീ എല്ലാവരെയും പറ്റിക്കുമായിരുന്നല്ലേ എന്ന് ജാനകി അവൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ, അമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? നന്ദു ഗർഭിണിയാണ്, അതിന് ഉത്തരവാദി നീയാണെന്ന കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അമ്മേ അവൾ ഗർഭിണിയാണെന്ന് അമ്മയോട് അവൾ പറഞ്ഞോ? ഇല്ല, എൻ്റെ അനാമിക മോളാണ് പറഞ്ഞത്. നീയായിട്ട് അതിനി വളർത്താൻ നിൽക്കണ്ട. ഒരു പെൺകുട്ടിയുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളർന്നു വന്നാൽ അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണും. പിന്നെ ഇനിയിപ്പോൾ അവൾ ഗർഭിണിയാണെന്ന് എന്താ ഇത്ര ഉറപ്പ്? അങ്ങനെ നയനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആദർശ് അവളോട് ചോദിക്കുന്നുണ്ട്, കേട്ടതൊക്കെ സത്യമാണോ നയന? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അങ്ങനെ ഒടുവിൽ നയന പറയുന്നുണ്ട്, അതെ സത്യമാണ്, നന്ദു ഗർഭിണിയാണ്, അതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് മാത്രം ആദർശ് ഏട്ടൻ എന്നോട് ചോദിക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, ആദർശ് പറയുന്നുണ്ട്, ഉത്തരവാദി അനിയാണോ? അത് മാത്രം നീ പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നന്ദു പറയുന്നുണ്ട്,